2 കഷ്ണം പാളയംകുടം വാഴയുടെ പിണ്ടി ഇട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ പോളയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് പിണ്ടി മാത്രം ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് അച്ചാറിട്ട് നോക്കണം. ഇത് ചെറുതായിട്ട് കുരുകുരുന്ന് അരിഞ്ഞെടുക്കണം. മാങ്ങ നമ്മൾ അച്ചാറിടില്ലേ, കടുമാങ്ങ അച്ചാറിടുന്ന പരുവത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതാക്കി ചെറിയ പീസായിട്ട് എടുത്തിട്ട് അതിൻ്റെ നൂലിങ്ങനെ നമ്മൾ കൈവിരലിൽ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതിന് ആര് പൊക്കോളും. പിന്നെ ഇതിൻ്റെ നൂലിൻ്റെ ശല്യം ഉണ്ടാവില്ല. ചെറിയ പീസായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിപ്പം കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും ഇട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് തിരുമ്മി വയ്ക്കാം. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് പിടിക്കട്ടെ. 10 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കാം. 1 സ്പൂണോളം ഉപ്പ് പൊടി ഇടാം. ഉപ്പ് ഇതിന് പെട്ടെന്ന് പിടിക്കുന്നതാണ് കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. 4 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. 10 മിനിറ്റ് നേരം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്മി വെച്ച വാഴപ്പിണ്ടി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇവിടെ കുറച്ച് വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതാണ്. ഇത് ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. പാന് സ്റ്റവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇടുന്നത്. പെട്ടെന്ന് തീരും, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. കുറേ കാലം വയ്ക്കാനാണെങ്കിൽ നമുക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കുക നല്ലത്. പാനിലെ എണ്ണ ചൂടായി വന്നു. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വരട്ടെ. അത് കഴിഞ്ഞ് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് പിണ്ടി കൂടി ചേർത്ത് കൊടുക്കണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ 1 സ്പൂൺ അച്ചാർ കൂടി ചേർത്തു. ഇത് പച്ചച്ചവ മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഇതുപോലെ 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. അച്ചാറായതുകൊണ്ട് ഒത്തിരി നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇനി കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് വിനാഗിരി ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അത് തിള വരുന്നവരൊന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ സമയത്ത് ഉപ്പും മുളകും അതുപോലെ എല്ലാം പൊടിയൊക്കെ പാകമാണെന്ന് നോക്കി ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് ആറുമ്പോൾ നമുക്ക് കുപ്പിയിലിട്ട് അടച്ച് വയ്ക്കാം. പിറ്റേ ദിവസം തുടങ്ങി നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഇത്രയേ ഉള്ളൂന്നേ. ഇനി വാഴപ്പിണ്ടി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. വെരി ഈസി, നല്ല എളുപ്പമല്ലേ.